ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. ഫേസ് ടു ഫേസിൽ ഇന്നത്തെ അതിഥി BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈൻ കൃഷ്ണനാണ്. നമസ്കാരം. നമസ്കാരം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ചൂടിലായിരിക്കും താങ്കളും താങ്കളുടെ പാർട്ടിയും എന്നാണ് ഞാൻ അറിയാൻ കഴിയുന്നത്. NDAയുടെ ഭാഗമായി ഞാൻ ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്നത് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രതീക്ഷകളും ഒക്കെയാണ്. അതായത് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ഭൂരിഭാഗം സമയങ്ങളിലും വിജയിച്ചിട്ടുള്ളത് UDF അല്ലെങ്കിൽ കോൺഗ്രസ്, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ്. 3 തവണയാണ് ഇടതുപക്ഷത്തിനൂടെ വിജയം കൊയ്യാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് BDJSന് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷ? BDJSനെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ശുഭപ്രതീക്ഷയുള്ളൂ. ഇന്ത്യയിലെ 543 സീറ്റുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യം മത്സരിക്കുന്നത് അനിവാര്യമായ ഒരു ജയത്തെ ലക്ഷ്യമാക്കി തന്നെയാണ്. ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന രാഷ്ട്രീയം ഇടുക്കിയിലെ ജനങ്ങളോട് സംവേദിക്കാനുള്ള ഒരവസരമായാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ്. BDJS പാർട്ടി രൂപവൽക്കരിച്ച 2016 തെരഞ്ഞെടുപ്പിൽ BDJS പാർട്ടിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഇടുക്കി ജില്ലയിൽ ഈ ലോക്സഭയുടെ ഉൾപ്പെടുന്ന മൂവാറ്റുപുഴയും ഗവൺമെന്റും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ 1,28,000 വോട്ട് അന്ന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ BDJS എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അത് പ്രതിനിധാനം ചെയ്യുന്ന ബേസിക് വോട്ട് ബാങ്കിന്റെ പിൻബലവും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന രാഷ്ട്രീയവും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്നത്. ഷൈൻ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഇടുക്കി എന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമങ്ങളാണ്. പ്രധാനമായും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരാണ്. അപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പാർട്ടികൾ എടുക്കുന്ന, പ്രത്യേകിച്ച് BDJS അടക്കമുള്ള NDA കക്ഷികളെടുക്കുന്ന നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെയധികം സ്വാധീനിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണം, അത് NDA ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ 1972 വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇപ്പോൾ കാട്ടാന ആക്രമണം, ഈ ആഴ്ചയിൽ ഒന്നെന്ന രീതിയിൽ ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം മലയോര മേഖലയുണ്ട്. ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ 2 ആഴ്ചകൾക്ക് മുമ്പ് 2 പേരാണ് മരിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ. എല്ലാ ദിവസവും തന്നെ ഈ വന്യജീവി ആക്രമണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നൊരു ജില്ല. മാത്രമല്ല ഭൂദ്വീപ് നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നം, പട്ടയവുമായി ബന്ധപ്പെട്ട പ്രശ്നം, CHRുമായി ബന്ധപ്പെട്ട മുഴുവനും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പരിഹരിക്കപ്പെടേണ്ടതാണ്. കുറേയൊക്കെ സംസ്ഥാനത്തിന് ചെയ്യാമെങ്കിലും കേന്ദ്ര സർക്കാരിന് പക്ഷേ വേണ്ടത്ര ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ മലയോര മേഖലയിൽ നിന്നും വോട്ട് സമാഹരിക്കാൻ കഴിയും? തീർച്ചയായും ഈ ചോദ്യം വളരെ പ്രസക്തമാണ്.
ദേശീയ ജനാധിപത്യ സഖ്യത്തെ നരേന്ദ്രമോദി സർക്കാർ നയിക്കുമ്പോൾ 2014 ഏലത്തിന്റെ വിലയുണ്ടായി. ഹൈറേഞ്ചിൽ ഒരു പക്ഷേ ഇടുക്കി ജില്ലയുടെ ഒരു ബാക്ക് ബോൺ എന്നൊക്കെ പറയാവുന്നത് ഏലകൃഷിയാണ്. ഇന്നലെ കുറ്റടിയിലെ ലേലത്തിലെ ഏറ്റവും കുറഞ്ഞ തുക 1628 ആ റേഞ്ചിലാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഏല കർഷകരെ സംരക്ഷിക്കാനും അവരുടെ ഒരുപക്ഷെ നരേന്ദ്രമോദി ഭരണകാലത്താണ് ഏലത്തിന് ഈ 350-400 രൂപ എന്ന അവസ്ഥയിൽ നിന്ന് 3000-ലേക്കും 4000-ലേക്കും ഒക്കെ ഇടുക്കിയിലെ ഏല കർഷകർക്ക് എത്താൻ കഴിഞ്ഞ 2019-ലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഗോട്ടിമലയിൽ നിന്നുള്ള ഏലത്തിന്റെ ഇറക്കുമതിക്ക് മാക്സിമം ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടാണ്. പിന്നെ ഈ ഏലത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഏലം ഉത്പാദിപ്പിക്കപ്പെടുന്നത് 90% കേരളത്തിലാണ്. ആ 90% കേരളത്തിലെ ഏറ്റവും 90% ഇടുക്കിയിൽ നിന്നാണ് ഉത്പാദിക്കപ്പെടുന്നത്. അപ്പൊ ഏല കർഷകരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അന്ന് AG തങ്കപ്പൻ വൈദ്യുതി ബോർഡ് ചെയർമാനായിരുന്ന സമയത്താണ് നമ്മുടെ ഏലത്തിന്റെ വലിയൊരു അർത്ഥത്തിന്റെ താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് നടത്തിയ ചില ഇടപെടലുകളുടെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് ഉഷാറുള്ളവരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായിട്ട് അന്ന് ഏലത്തിന്റെ ഓപ്ഷൻ രീതിയിലൊക്കെ മാറ്റം ഉണ്ടായതുകൊണ്ട് പിന്നെ ആ കോവിഡിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മുടെ ഫെസ്റ്റിവൽ സീസണുകളൊക്കെ ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പക്ഷെ ഇന്ന് ഏലം തിരിച്ചു വരുമെന്നും ഏല കർഷകരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യം പറയുന്നു. പിന്നെ രണ്ട് ലോ റേഞ്ചിനെ സംബന്ധിച്ച് ഒരു വീട്ടിൽ 10 ചോട് റബ്ബറില്ലാത്ത മനുഷ്യരില്ലാത്തൊരവസ്ഥ ഉണ്ടായി. ഇന്നേ സംബന്ധിച്ച് റബ്ബർ തോട്ടങ്ങളൊക്കെ വളരെ ഇതായി കിടക്കുകയാണ്. അപ്പോൾ ഈ റബ്ബർ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നരേന്ദ്രമോദി സർക്കാർ ഇറക്കുമതി ചുങ്കം ഉയർത്തുന്നതിന്റെ ഫലമായിട്ട് ഇപ്പോ 900 കിലോ റബ്ബറിന് 149 രൂപയാണെങ്കിൽ ഒരിക്കലും ശരിക്കും റബ്ബറിന്റെ കടലിൽ പറയാൻ പറ്റും. ആ റബ്ബറിന്റെ ഉപഭോഗത്തെ ഒരു വരവിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇവിടുത്തെ സ്വാഭാവിക റബ്ബറിന്റെ ഉത്പാദിപ്പിക്കുന്ന മാക്സിമം വില കിട്ടാൻ വേണ്ടി കോട്ടയത്ത് മത്സരിക്കുന്ന PDGന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മുന്നോട്ടുവെക്കുന്ന കരുത്ത ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 250 രൂപ എന്ന് റബ്ബറിന് ഗ്യാരണ്ടി ചെയ്യണം. ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായിട്ട് തുഷാർ വെള്ളാപ്പള്ളി ചർച്ച ചെയ്യുകയും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന് കുറച്ചുകൂടി സഹായകമായ ഒരു നിലപാടുണ്ടാകുന്നുണ്ട്. 1974 വനസംരക്ഷണ നിയമത്തിന്റെ ഭാഗമായി ഷെഡ്യൂൾ ചെയ്ത ചില പ്രയോഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് അതുപോലെ തന്നെയാണ് പന്നിയും. കർഷകനെ സംബന്ധിച്ച് അവന്റെ ഉത്പാദിപ്പിക്കുന്ന വിളകള്, ആ വിളകള് നശിപ്പിക്കുന്ന പന്നിയെ ഉത്തരജീവിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇവിടെ സംസ്ഥാന സർക്കാരിനെ ഞങ്ങൾ കുറ്റപ്പെടുന്നുണ്ട്. കാരണം ഈ വന നിയമങ്ങൾ പലതും കേന്ദ്രത്തിന്റെ ആവുമ്പോഴും ഈ വനത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സംസ്ഥാന വനം വകുപ്പ് മന്ത്രി പറയുന്നത് പലതവണ കേന്ദ്ര സർക്കാർ, കേന്ദ്ര വന്യജീവി വകുപ്പിനെയും വനം പരിസ്ഥിതി മന്ത്രാലയത്തെയും അതോടൊപ്പം തന്നെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെയും നിരന്തരം കാണുകയും ഈ കാട്ടുപന്നി അടക്കം ബർമിനായിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൻ്റെ അകത്ത് യാതൊരു തീരുമാനവും ഈ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നില്ല എന്നുള്ളൊരു വലിയ ഗുരുതരമായ ആരോപണം AK ശശീന്ദ്രൻ തന്നെ പലതവണ ഉന്നയിക്കുകയുണ്ടായി. മാത്രമല്ല ശശീന്ദ്രന്റെ ഈ വിഷയത്തിലുള്ള നിലപാടുകളോട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വളരെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിന്റെ വലിയൊരു ഉദാസീനത, ഒരു മന്ത്രി എന്ന നിലയിൽ AK ശശീന്ദ്രന്റെയും ആ വകുപ്പിന്റെ ഒക്കെ ഉദാസീനതയുടെ ഏറ്റവും വലിയ ഇരകള് ഹൈറേഞ്ചിലെ മനുഷ്യരാണ്. ഇപ്പൊ നമ്മള് ഇപ്പോ ആനയുടെ അതുപോലെ കാട്ടുമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പൊ ഇത് ഹൈറേഞ്ചിൽ മാത്രമല്ല, ലോ റേഞ്ചിലെ കോതമംഗലം നിയോജകമണ്ഡലത്തിലെ കോട്ടപ്പടിയും കുട്ടമ്പുഴയും നേരിമംഗലവും ഒക്കെ, നേരിമംഗലം പാലം വരുന്ന എത്ര ദിവസമല്ല ഇന്ദിര എന്ന ആ സ്ത്രീയെ, ആ അമ്മയെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് ഈ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ മൂവാറ്റുപുഴ ഒഴിച്ച് എല്ലാ പ്രദേശത്തും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇതിനകത്ത് വ്യക്തമായ ഒരു ധാരണയുള്ളത്. കഴിഞ്ഞ ദിവസം കേരളം സന്ദർശിച്ച കേന്ദ്രമന്ത്രി ഭൂപീന്ദർ യാദവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വനം മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിന് കേന്ദ്രം അനുവദിച്ച ഫണ്ട് പോലും കൃത്യമായി കേരളം ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ഇടുക്കി ജില്ലയിലേക്ക് കഴിഞ്ഞ ബജറ്റില് ഫെൻസിംഗ് ഒക്കെ സ്ഥാപിക്കുന്നതിന് അലോട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ നോട്ട് ചെയ്തെന്ന് മനസ്സിലാക്കുന്നത് 47 കോടി രൂപയോളമാണ്. ഈ 55% വനമുള്ള ഒരു പ്രദേശത്തിന് അത് പരിമിതി വളരെ വളരെ പരിമിതമാണ്. അപ്പൊ ആ
കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകും. നിങ്ങൾ ഈ പറയുന്ന ഈ വിഷയങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. ഇവിടെ വനം വന്യജീവി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണം. അതുപോലെ ഇടുക്കിയിലെ കർഷകന്റെ പട്ടയം എന്ന് പറയുമ്പോൾ ഈ പട്ടയം നൽകാമെന്ന് പറഞ്ഞ് വർഷങ്ങളായി ഇവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ കേരളം ഭരിച്ചിട്ടില്ല, അവർക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 1960 ഒരു നിയമവും 64 ചട്ടം 4 ഒക്കെ പറഞ്ഞ് നമ്മൾ എത്ര വർഷമായിരിക്കുന്നു. ഇപ്പൊ ആ ചട്ടം ഭേദഗതി ചെയ്തു എന്ന് പറയുന്നു. ആ ചട്ടം ഭേദഗതി എന്ത് ചെയ്യണം? നമ്മൾ ഇന്നലെ വരെ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ പ്രമാണങ്ങളൊക്കെ റെഗുലൈസ് ചെയ്യണം. റെഗുലൈസ് ചെയ്യാന്ന് ഇതുവരെ എല്ലാം അനധികൃതമായിട്ടില്ല. അപ്പൊ അതിന് നമ്മൾ ഫീസ് അടയ്ക്കണം, റെഗുലൈസ് ചെയ്ത് ഫീസ് അടയ്ക്കണം, ഗ്രീൻ ടാക്സ് അടയ്ക്കണം. ഇതൊന്നും വേണ്ട. നമ്മുടെ കേന്ദ്രം 2023 നവംബറിൽ പാസ്സാക്കിയ ഒരു നിയമമുണ്ട്, വന നിയമ ഭേദഗതി. ഈ വന നിയമ ഭേദഗതി നടപ്പാക്കിയാൽ 1996 ശേഷമുള്ള ഇടുക്കിയിലെ എല്ലാം, ഇടുക്കി എന്നല്ല ഓൾ ഇന്ത്യയിൽ നമ്മുടെ നിർമ്മാണങ്ങളെല്ലാം ഒരു ഗ്രൗണ്ടായിട്ടും റോഡായിട്ടും പാലമായിട്ടും ചപ്പാത്തുകളായിട്ടും നമ്മുടെ പല പഴയ കാലത്ത് കാരണന്മാരൊക്കെ ഉണ്ടാക്കിയ കടന്നുപോയ വഴികളിലെ ചപ്പാത്തുകളൊക്കെ പൊളിഞ്ഞു പോകുമ്പോൾ അത് പണിയാൻ പോലും ഫോറസ്റ്റ് സമ്മതിക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായിട്ട് വരുന്നത് കേന്ദ്ര വന നിയമ ഭേദഗതിയാണ്. അത് ഇടുക്കിയിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികള് എന്തുകൊണ്ടോ മറച്ചു വെക്കപ്പെട്ടിരിക്കുക. അത് തികച്ചും രാഷ്ട്രീയമായ കാര്യമാണ്. പക്ഷെ ഞങ്ങൾ ഇടുക്കിയിലെ ജനങ്ങളോട് പറയുന്നത്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒപ്പം കേന്ദ്ര സർക്കാരുണ്ട്, നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റാരെക്കാളും ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ഞങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. കാരണം നരേന്ദ്രമോദി ഷൈൻ കൃഷ്ണൻ, ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് മലയോര മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ കുറെ കൂടി വ്യക്തത വരുത്തേണ്ടതെന്ന് ഞാൻ മനസ്സിലാകുന്നു. 1972 വന്യജീവി നിയമത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ ആക്രമണം നടത്തിയാൽ അതിനെ കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള ചട്ടങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അതൊരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഏതെല്ലാം ആക്രമണങ്ങളുണ്ടായി? ഇപ്പോൾ അരിക്കൊമ്പൻ, ചിന്നക്കനാൽ മേഖലയിൽ അരിക്കൊമ്പൻ എന്ന കാട്ടാന എത്രയോ പേരെ കൊന്നതിന് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ്, വലിയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് പിടികൂടാൻ തയ്യാറാവുന്നത്. ഇപ്പോൾ പടയപ്പ എന്ന് പറയുന്ന ആനയെ, ഒരു 20ലധികം ആനയും മറയൂർ മുതൽ മൂന്നാർ, ശാന്തമ്പാറ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഭീകരാന്തരം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ ദിവസവും തന്നെ അക്രമങ്ങൾ നടത്തുന്നു. ഇതെല്ലാം നടക്കുമ്പോഴും സംസ്ഥാന വനം വകുപ്പ് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ച മൂലമാണ്, വികലമായ നിയമം മൂലമാണ്. ഞങ്ങളിതിങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥൻ ഇതിനെ വെടിവെച്ച് ഇടവാനും ഈ അക്രമകാരിയായ ജീവിയെ വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും, അതുകൊണ്ട് അവർക്കത് സാധ്യമല്ല, CRPC പ്രയോഗിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ഈ കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് ആശയമാണ്? ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ, വന്യജീവി നിയമത്തിലെ 1972 വന്യജീവി നിയമത്തിലെ 72 11-ാം വകുപ്പ് അനുസരിച്ച് ഈ വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ എന്ത് ചെയ്യാം എന്നത് സംബന്ധിച്ചുള്ള ക്ലോസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇവിടെ പ്രയോഗിക്കപ്പെടുന്നില്ല. അത് യഥാർത്ഥത്തിൽ കേന്ദ്രത്തെ പേടിച്ചാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് വന്യജീവി നിയമ ഭേദഗതി വേണമെന്നാണ്. അല്ല, വന നിയമ ഭേദഗതി ഓൾറെഡി നമ്മൾ വരുത്തി കഴിഞ്ഞു. അത് ഇനിയിപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ഈ വനത്തിന്റെ കസ്റ്റോഡി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇപ്പോ ഒരു EDO മറ്റോ വരുന്ന പോലെയല്ല. ശരിക്കും വനം വകുപ്പും ഹൈറേഞ്ചിലും മനുഷ്യരും തമ്മിലൊരു സംഘർഷമുണ്ട്. ഈ വനം വകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്ന വകുപ്പായിട്ട് മാറിയിട്ടുണ്ട്. കാരണം നമ്മളത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വനനിയമത്തിലെ മാത്രം എന്താന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ച് ലോകത്ത് എവിടെ പോയാൽ നിങ്ങൾ ചിന്തിക്കുക, അമേരിക്കയോ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇതിന് സമാനമായ വിഷയങ്ങളുണ്ട്, ചില ഏരിയാസ് ഉണ്ട്. അവിടെ മനുഷ്യരുണ്ട്. ഒരു കർഷകന്റെ ഗ്രൂപ്പിലൊക്കെ അവന്റെ ഒരു ക്ഷീണത്തിലേക്ക് ഒരു ജീവി അതിക്രമിച്ച് കയറിയാൽ അതിന് നേരിടാൻ നമ്മൾ ശരിക്കും ലോകത്ത് മാതൃകയാക്കപ്പെടുന്ന, ഇതിപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. നമുക്ക് ഇടുക്കിയിലാണ് ഇതിന്റെ ഏറ്റവും വലിയ ഭീകരത അനുഭവിക്കുന്നത്. കാരണം ഈ വിഷയം ഇന്ത്യ എല്ലാവർക്കും ഉണ്ട്. ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനത്തിനൊക്കെ പകുതി കൂടുതൽ വനാണ്. പക്ഷെ നമ്മുടെ ഇടുക്കിയിലും വയനാട് പോയിട്ട് ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത്
ഇതൊന്നും ഇല്ലാത്ത കാലത്ത്, ഇതിലും വലിയ വനമുള്ള കാലത്ത് ഇവിടെ ജീവിച്ചു വന്ന ഈ ഇടുക്കിയിലെ ഇന്ന് കാണുന്ന ഈ ടൗണുകളൊക്കെ 100-200 വർഷത്തിൽ താഴെ പഴക്കം കൊണ്ട് പടുത്തുയർത്തിയാണ്. 50 വർഷത്തിനപ്പുറമുള്ള ചരിത്രമുള്ള സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മുടെ ഇടയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ വലിയ കുടിയേറ്റത്തിന്റെ ഒരു മൈഗ്രേഷന്റെ ഇവിടെ നമ്മൾ കുടിയേറ്റത്തെ കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം. 1822 റീജന്റ് സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ കാലത്ത് ഈ ഇടുക്കിയിലെ ഏലകർഷകത്തിന് വേണ്ടി കർഷകരെ വിളിച്ചുകൊണ്ട് വരികയാണ്. അന്ന് അടിക്കാടുകൾ വെട്ടി വരി തെളിച്ച് ഇവര് ഉത്പാദിപ്പിക്കുന്ന ഏലം വിലയ്ക്ക് വാങ്ങി സർക്കാരെ ഖജനാവിലേക്ക് മുതൽ കൂട്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ നെടുങ്കണ്ടത്ത് സഖ്യാദ്രി SNDP യൂണിയൻ ഓഫീസിലുള്ള സഖ്യാദ്രിനാഥൻ ക്ഷേത്ര പ്രതിമയ്ക്ക് മുന്നിലായിട്ട് പട്ടം കോളനി ബോർഡുണ്ട്. ജനാധിപത്യരായ സമയത്തും ഇങ്ങോട്ട് കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ഭക്ഷണത്തിനും തൊഴിലിനും ഒക്കെ വേണ്ടിയാണ് ഇത് ചെയ്തത്. പക്ഷെ ഇവിടെ കുടിയേറി മനുഷ്യനെ സംരക്ഷിക്കുക എന്ന കാര്യത്തില് VDJS എന്ന പാർട്ടിക്ക് വളരെ വ്യക്തമായിട്ടൊരു അഭിപ്രായമുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണം. ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഈ പ്രശ്നത്തെ ഉന്നയിക്കാനും പരിഹാരം കാണാനും സന്നദ്ധരായ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. ഷൈൻ കൃഷ്ണൻ, ഇപ്പോൾ സ്വതന്ത്ര കർഷക സംഘടനകൾ, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത് വന്യജീവികൾക്ക് നാട്ടുകാർക്ക് എന്ന ഒരു മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്. വന്യജീവികൾക്ക്, നാട്ടുകാർക്ക്. പക്ഷേ ഇതിന് വിരുദ്ധമായിട്ട് വനത്തിൽ നിന്നും വന്യജീവികൾ നാട്ടിൻ പ്രദേശത്തേക്ക് ഇറങ്ങുന്നു, ജനവാസ മേഖലയിൽ ആഴ്ചകളോളം തമ്പടിക്കുന്നു. ഇപ്പോൾ നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാന ഇറങ്ങിയത് 5-6 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇന്ദിര എന്ന ആളെ കൊല്ലുന്നത്. അപ്പോൾ ആന നാട്ടിലിറങ്ങി സ്വൈര്യവികാരം നടത്തുന്നു. ഒരു വർഷങ്ങളോളമായി പടയപ്പ എന്ന ആനയും 10-20ഓളം ആനകൾ മൂന്നാർ പരിസരത്ത്, മൂന്നാർ ടൗണിലാണ്, രാത്രി കാലങ്ങളെല്ലാം മൂന്നാറിൽ തന്നെയാണ്. അപ്പോൾ ഇതിനെയൊക്കെ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നതുമായി കാട്ടിലേക്ക് തുരത്തുന്നതിനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എല്ലാ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഇത് കേന്ദ്ര നിയമമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ആനയെ വന്നു കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കാൻ പാടില്ല, കടുവ വന്നാൽ പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്ര നിയമം അവിടെ ഇങ്ങനൊരു പെശകാണെങ്കിൽ കേന്ദ്ര നിയമത്തിൽ 1972 വന്യജീവി നിയമത്തിൽ ഒരു പൊളിച്ചെഴുത്തൽ ആവശ്യമാണോ? അല്ല, വനം നിയമത്തിലെ പൊളിച്ചെഴുത്തലിനേക്കാൾ ഉപരി ഇപ്പോ നമ്മുടെ ഒരു സംസ്ഥാനത്ത് മാത്രമല്ല, കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഈ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളെ കുറച്ചുകൂടി ശാസ്ത്രീയമായി ഇവർ സമീപിക്കുന്നുണ്ട്. ഇപ്പൊ തണ്ണീർ കുളങ്ങൾ ഒരുക്കിക്കൊണ്ട് തമിഴ്നാടാണെന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വായിച്ചു, ഈ വേനൽക്കാലമാകുമ്പോൾ വെള്ളത്തിന്റെ ലഭ്യത കുറയുമ്പോൾ ആനകള് അത് ഉള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നൊരു കാഴ്ചയുണ്ട്. പിന്നെ ഇത് എപ്പോഴും നമ്മള് ഒരു കാര്യം മനസ്സിലാക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ പ്രജനനം വലിയ തോതിൽ വർദ്ധിച്ച് വനത്തിലെ പൊല്യൂഷന്റെ അവരുടെ ഒരു ഇത് വർദ്ധിക്കുന്ന അവസരത്തില് അതിനെ നിയന്ത്രിക്കുന്ന ഒരു രീതിയുണ്ട് ശാസ്ത്രീയമായിട്ട്. പക്ഷെ നമ്മളെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ വനത്തിലുള്ള ആനകളുടെ കണക്ക് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ നടിക്കും, ഈ നാട്ടിൽ 400 ആനകളുണ്ടാകുള്ളൂ. ഇത് ശരിക്കും സത്യസന്ധമായ ഒരു കണക്കാണെങ്കിൽ ഈ ആനകളെയൊക്കെ ഉൾക്കൊള്ളാനുള്ള വനപരിധി നമുക്കുണ്ടോ, വനത്തിനുണ്ടോ? ഈ മൃഗങ്ങൾക്ക് പക്ഷെ ഇതിന്റെ തീറ്റയും ഭക്ഷണവും വെള്ളവും ഒക്കെ ഇത് പുറത്തേക്ക് വരാതെ എത്തിച്ച് കൊടുക്കുന്ന ഒരു ശാസ്ത്രീയമായ സംവിധാനം കർണാടകയാണോ തമിഴ്നാടാണോ ചെയ്യുന്നതായി നമ്മളൊക്കെ വായിക്കാനിടയാ. അപ്പൊ ആ മാർഗമൊക്കെ നമുക്ക് പിന്നെ അതുപോലുള്ള കാര്യം ഇതൊരു രാഷ്ട്രീയ തർക്കമായിട്ടല്ല വയ്ക്കേണ്ടത്. ഇത് ഇടുക്കിയിലെയും വയനാട്ടിലെയും മലയോര ജനതയുടെയൊക്കെ നിലനിൽപ്പിന്റെ ആവശ്യം. അപ്പൊ നമ്മളൊരു കൂട്ടായ്മയുടെയാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. രാഷ്ട്രീയമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് തന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു തർക്കമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവും BJPയുടെ പ്രസിഡന്റും PDJന്റെ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണട്ടെ, അത് ചൂണ്ടിക്കാണിക്കട്ടെ. പക്ഷെ നമ്മുടെ ജനപ്രതിനിധികളും യഥാസമയത്ത് ചൂണ്ടിക്കാണിച്ച് അത് പരിഹാരം കാണാനില്ല. നമ്മുടെ നിയമത്തിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ നിയമം നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയല്ലോ മാറ്റി എഴുതാറുണ്ടല്ലോ, ഒത്തിരി പ്രാവശ്യം മാറ്റി എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ ഒരു ഇടുക്കി ജനത എന്ന് പറയുന്നത് അവൻ നട്ട് നനച്ച് അവൻ വളർത്തിയെടുത്ത അവന്റെ നാട് അവൻ അന്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല, അതിന് കൂട്ടുനിൽക്കാനും പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പ് അടുക്കാനിരുന്നു, 2ാം ഘട്ടമായിട്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥി BDJSന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു തീർച്ചയും ആരാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പങ്കുവയ്ക്കാൻ കഴിയുന്നൊരു സാഹചര്യം നിലവിലുണ്ടോ?
പ്രഖ്യാപിച്ചു എന്ന് കേട്ടുന്നു, പക്ഷേ പ്രചരണ രംഗത്തില്ല. ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ പ്രചരണ രംഗത്ത് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയും UDFൻ്റെ സ്ഥാനാർത്ഥിയും വലിയ തോതിൽ എല്ലാ ദിവസവും തന്നെ പ്രചരണ രംഗത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു. പക്ഷേ BDJSൻ്റെ NDAയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഒരു വ്യക്തത പോരാ. NDAയുടെ സ്ഥാനാർത്ഥിയായി ശ്രീമതി സംഗീത വിശ്വനാഥിനെ BDJS പ്രഖ്യാപിച്ചിട്ടുണ്ട്. 21-ാം തീയതി തൊടുപുഴയിൽ വെച്ച് സംഗീത വിശ്വനാഥിന്റെ ആദ്യത്തെ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. NDAയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ മാസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മിഷണറിയുടെ ഭാഗമായി സ്ഥാനാർത്ഥി വരുമ്പോൾ തന്നെ ഞങ്ങളുടെ പ്രവർത്തനം വളരെ വേഗം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങളൊരു വളരെ ശുഭകരമായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ വലിയ മുന്നേറ്റത്തെയും നേട്ടത്തെയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ സമീപിക്കുന്നത്. ഷൈൻ കൃഷ്ണൻ, നിങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? അതിനുള്ള വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയാണ്? ആര് നിങ്ങൾക്ക് വോട്ട് ചെയ്യും? കേരളത്തിലെ ഞങ്ങളുടെ നേതാവ് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് ഡബിൾ ഡിജിറ്റൽ 2 സംഖ്യയിൽ ഉള്ള MP-മാരെ ഇവിടെ എത്തിക്കുമെന്നാണ്. സാധാരണ നരേന്ദ്രമോദി ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് വെറും വാക്ക് ആവാറില്ല. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ നരേന്ദ്രമോദി പറഞ്ഞത് പലപ്പോഴും തെറ്റിച്ച ഒരു സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇടുക്കിയിൽ എന്താണ് പ്രതീക്ഷ? എവിടെ നിന്ന് വോട്ട്? കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. 1977 ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും അങ്ങ് ഇന്ത്യ തള്ളിക്കളഞ്ഞപ്പോ മൊറാർജി ദേശീയ സർക്കാർ വന്നപ്പോ അന്ന് LDFന്റെ ഭാഗമായിരുന്ന ജനസംഘം, ഇന്നത്തെ BJPയുടെ പൂർവ്വരൂപം, അവർക്ക് ഉൾപ്പെടെ ഒരു സീറ്റ് കൂടെ കിട്ടിയില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷം ഇന്ത്യയുടെ വിധി നിർണയിച്ചതിൽ കേരളത്തിന് പങ്കാളിത്തമില്ലായിരുന്നു. പക്ഷെ കേരളത്തെ കേന്ദ്രം കൈവിട്ടിട്ടുണ്ട്. കേരളത്തിലെ മന്ത്രിമാരുണ്ട്, രാജീവ് ചന്ദ്രശേഖറുണ്ട്, മലയാളിയായ രാജീവ് ചന്ദ്രശേഖറുണ്ട്, മുരളീധരനുണ്ട്. അപ്പം PT ഉഷ നമ്മളെ നോമിനേറ്റഡ് മെമ്പറാണ്. അപ്പം ഇവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത്, നരേന്ദ്രമോദിയുടെ 3-ാം സർക്കാർ അധികാരത്തിലുണ്ട്. അത് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കും, ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ആ 3-ാം സർക്കാർ വരുമ്പോൾ ഇടുക്കിക്കും കേരളത്തിന് മാത്രമല്ല ഇടുക്കിക്കും വേണം മോഡിയുടെ ഗ്യാരണ്ടി. അപ്പം ഇടുക്കിയിൽ മത്സരിക്കുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. രീതിയിലുള്ളൊരു വോട്ടിംഗ് പാറ്റേൺ ആണ് കാണുന്നത്. അതായത് ജാതീയമായ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ക്രിസ്ത്യൻ ബെൽറ്റ് കൂടുതലുള്ളൊരു സ്ഥലമാണ്. ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു 2ാം നിര വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഹിന്ദു നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ മതവും രാഷ്ട്രീയവും ഒന്നും മതം ഒന്നും രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറയുമ്പോഴും സ്ഥാനാർത്ഥികളെ ചൂസ് ചെയ്യുമ്പോൾ അത് ഏത് മതത്തിനാണോ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷമുള്ള മതവിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ 2 ക്രിസ്ത്യൻ കാൻഡിഡേറ്റുകളാണ് ഇടതുപക്ഷത്തിൻ്റെയും മറ്റേ UDFൻ്റെയും സ്ഥാനാർത്ഥിമാർ. നിങ്ങൾ മറ്റൊരാളെ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽ നിന്നൊരാളെ അവതരിപ്പിക്കപ്പെടുന്നു. ഈ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ എങ്ങനെ തിരിക്കാം എന്നാണ് കരുതുന്നത്? അല്ല, ഈ ബഹുസ്വരതയുടെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പ്രത്യേക ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം പോരാ, എല്ലായിടത്തും മാറ്റങ്ങൾ തന്നെ. പിന്നെ ഈ ഹിന്ദു ക്രിസ്ത്യൻ ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്നത് ആധികാരികമായി എന്ത് കണക്കുകളാണെന്നില്ല. 2011 ഒരു സർവേ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ 54% അടുത്ത ഹിന്ദുക്കൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ചിലപ്പോൾ തെറ്റാവും, ചിലപ്പോൾ ശരിയാവും. ഈ കണക്കുകളൊക്കെ പല പല സർവേകളുടെ ഭാഗമായിട്ടാണ്. ഈ പറയുന്ന ശതമാനത്തിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എത്രമാത്രം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? അതായത് 54% അല്ലെങ്കിൽ 40% എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ടോട്ടൽ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നും എത്രമാത്രം വോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് NDA? അതൊരു ലക്ഷ്യമുണ്ടാകുമല്ലോ. ഞങ്ങൾ ഹിന്ദു സമുദായത്തിൽ നിന്ന് മാത്രമല്ല വോട്ടുകളെ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച്
ഞങ്ങള് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ ഒക്കെ വാങ്ങിക്കോ. ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഒരു വോട്ട് ബാങ്ക് ഇപ്പോൾ CPM-നെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും അവർ ഒരു ജനവിഭാഗത്തെ വോട്ട് ബാങ്കായി, അവരുടെ എക്കാലത്തെയും വോട്ട് ബാങ്കായി അവരിങ്ങനെ പിടിച്ചു നിർത്തുന്നു. ഇന്നവർ ഞങ്ങൾക്ക് തന്നെ ചെയ്യൂ, ഇന്നവർ ഞങ്ങൾക്ക് തന്നെ ചെയ്യൂ എന്നുള്ളൊരു വോട്ട് ബാങ്ക്, ഒരു വോട്ട് ബാങ്ക് ഇവിടെ നിലനിർത്തുന്നു. രണ്ട് കൂട്ടരും ഓരോ വോട്ട് ബാങ്കിനെ നിർത്തുന്നു. ആ വോട്ട് ബാങ്കുകൾ തമ്മിൽ വോട്ട് ചെയ്തതിന് ശേഷം നിഷ്പക്ഷരായ ആളുകളുടെയൊക്കെ വോട്ടെല്ലാം കൂടി സമാഹരിക്കുമ്പോഴാണല്ലോ വിജയവും പരാജയവും ഒക്കെ നിർണ്ണയിക്കുക. ഞാൻ ചോദിച്ചത് BDJS-ന് NDA-ക്ക് അങ്ങനെ ഒരു വോട്ട് ബാങ്ക്, ഇത് ഞങ്ങളുടെ വോട്ടാണ് എന്ന് പറയാൻ ഇത്ര പേര് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും വോട്ടർമാരുണ്ടെങ്കിൽ അത് ഇത്ര ശതമാനം ഞങ്ങളുടേതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പെർസെൻറ്റേജ് കണക്ക് നിങ്ങളുടെ ഒപ്പമുണ്ടോ? വ്യക്തമായിട്ട് പറയും. കാരണം മുൻ ഇലക്ഷനുകളെ അപേക്ഷിച്ച് 2016 ഞങ്ങൾക്കൊരു നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ മുന്നേറ്റങ്ങൾ ചവിട്ടി നിന്നിട്ടാണ് അതിനുശേഷമാണ് നമ്മൾ ഈ പഴയ ഇവരെ ഇലക്ഷനും മുൻ ഇലക്ഷന്റെ വച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. 54 വോട്ടിന് ജയിച്ച് 54,000 വോട്ടിന് ജയിച്ച ജോർജ് 1,74,000 വോട്ടിന് കിട്ടിയ തെരഞ്ഞെടുപ്പ് തോറ്റുപോയി. ഇത് ഈ ചേഞ്ച് പൊളിറ്റിക്സിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഞങ്ങള് നരേന്ദ്രമോദിയെ മുൻനിർത്തിയാണ് മത്സരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് മത്സരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് ഇടുക്കിയിൽ നിന്നായാലും കോട്ടയത്തു നിന്നായാലും ജയിച്ചു പോകുന്ന ഒരു MP ഇന്ത്യൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ, അതുപോലെ നിർമ്മലാ സീതാരാമന്റെ കണ്ണുകൾ ഒന്ന് അങ്ങോട്ട് തിരിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജനങ്ങളോട് പറയുന്നു ഞങ്ങൾ. കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഷൈൻ കൃഷ്ണൻ ഇവിടെ നിങ്ങൾ പറയുന്നത് ശരിയാണ്. നിങ്ങൾ പറയുന്നത് ഗുജറാത്തിലും UP-യിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഒക്കെ ആകാം. ഞാൻ ചോദിച്ചത്, കേരളത്തിൽ അത്തരത്തിലൊരു വോട്ട് ബാങ്ക് നിങ്ങൾക്കില്ലാത്ത സാഹചര്യത്തിൽ ഈ വിജയപ്രതീക്ഷ എത്രമാത്രമാണ്? നിങ്ങൾ ഇപ്പോഴും വോട്ട് ബാങ്കിനെ കുറിച്ച് പറയുന്നില്ല. ഞങ്ങൾക്ക് ഇത്ര SNDP-യിൽ നിന്ന് ഇത്ര വോട്ട് കിട്ടും, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളിൽ ഞങ്ങൾ ഇത്ര മാത്രം വോട്ട് പ്രതീക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് ഷൈൻ കൃഷ്ണൻ നിങ്ങൾ പറയുന്നില്ല. അല്ല, പറയുന്നത് തന്നെ എനിക്ക് SNDP-യുടെ വോട്ട്, NSS-ന്റെ വോട്ട്, വിശ്വകർമ്മ സമുദായങ്ങളുടെ വോട്ട്, ആദിവാസി ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ, ഒരു പരിധി വരെ മുസ്ലിം. ഇപ്പൊ ഇതെന്താ, ഇതൊരു തുറന്ന ലോകമാണ്. പണ്ട് നമ്മൾ മീഡിയാസ്, നമ്മളൊക്കെ പത്രങ്ങൾ വായിക്കുമ്പോൾ പത്രം പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടത് അവസ്ഥയുണ്ട്. വേറെ ചോയ്സ് ഇല്ല. ഇപ്പൊ നമുക്ക് തർക്കിക്കാനുള്ള ഒരു അവസരമില്ല. നമ്മുടെ കയ്യിൽ ലോകം മുമ്പിലേക്ക് വന്നിരിക്കുന്നു. ഈ പുതിയ തലമുറയിൽ നമ്മുടെ അമ്മമാർ ഉൾപ്പെടെയുള്ളവർക്ക് വാട്സപ്പും മൊബൈലും ഉപയോഗിക്കുന്നു. അത് ഇന്ത്യയിൽ എമ്പാടും നടക്കുന്ന മാറ്റത്തെ കാണുന്നു. ഇപ്പൊ നമ്മൾ അരിക്കൊമ്പനെ കുറിച്ചിട്ട്, അരിക്കൊമ്പ കിടന്നുപോയി റോഡ്, ആ റോഡ് പർവ്വതമാല പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ ഒരു ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. അത് കൊച്ചിയിലെ കുണ്ടന്നൂരിൽ നിന്ന് ആരംഭിച്ച് ധനുഷ്കോടിയിൽ അവസാനിക്കുന്ന റോഡാണ്. അപ്പൊ പണ്ട് ഇപ്പോ മാഹി ബൈപ്പാസ് 40 വർഷം കൊണ്ടാണ് പൂർത്തിയായത്. ആലപ്പുഴ ബൈപ്പാസ് 50 വർഷം കൊണ്ടാണ് പൂർത്തിയായത്. എന്തിനീ മൂവാറ്റുപുഴ കോതമംഗലം എന്താ പറയുക, ബൈപ്പാസുകളെ കുറിച്ച് 10-30 വർഷമായി കേൾക്കാൻ തുടങ്ങിയിട്ട് ഇതിപ്പോ യാഥാർത്ഥ്യമാകാൻ പോവാണ്. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പോകും. 3 വർഷം കൊണ്ട് നമ്മുടെ ചെറുതോണി പാലം യാഥാർത്ഥ്യമാക്കിയ ആ കേന്ദ്ര സർക്കാർ ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ തയ്യാറാണ്. കേൾക്കണമെന്ന് ഞങ്ങൾ പറയും, ജനങ്ങളോട് പറയും. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് പാർട്ടി അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥികൾ, BJP ആയിരിക്കാം, BDJS ആയിരിക്കാം, അവരുടെ ശേഷിക്കൊത്ത് വോട്ട് സമാഹരിക്കുന്നില്ല. അതിന് ആരോപണമായി ഇപ്പോൾ വിജയിക്കുന്ന പാർട്ടി നിശബ്ദരാകുമ്പോൾ തൊട്ടടുത്ത് തോറ്റ സ്ഥാനാർത്ഥി പറയുന്നത് BDJS-ൻ്റെ അല്ലെങ്കിൽ NDA-യുടെ അല്ലെങ്കിൽ BJP-യുടെ വോട്ട് കച്ചവടം ചെയ്തു എന്നാണ്. പലപ്പോഴും നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകാവുന്ന രീതിയിലുള്ള കണക്കുകളും വരാം. കാരണം ഓരോ മുന്നണിക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇപ്പോൾ BJP-ക്ക് ഇത്ര വോട്ടുണ്ട്, ഇത്ര പാർട്ടി മെമ്പർമാരുണ്ട്, ഇത്ര ആളുകളുണ്ട് എന്നത് സംബന്ധിച്ചൊരു വലിയ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ കണക്കിന് അഞ്ചയലത്ത് പോലും എത്താതെ വോട്ടിൽ വലിയ വീഴ്ച, വോട്ടിംഗ് പാറ്റേണിൽ വലിയ കുറവുണ്ടാകുമ്പോൾ അത് കച്ചവടമാണ്, അതായത് വോട്ട് കച്ചവടം ചെയ്തു എന്ന് പലപ്പോഴും ആരോപണം നേരിടുന്നു NDA സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് ഇടുക്കിയിൽ. ഇത്തവണ അതുണ്ടാകുമോ? അങ്ങനെ ഒരു ആരോപണം നമുക്ക് അതിനോട് വിയോജിക്കുവാണ്. കാരണം വോട്ടിൽ ചിലപ്പം കുറവുകൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ വർധനകൾ ഉണ്ടായേക്കാം.
ഈ വർധനം ഉണ്ടാകുന്ന സമയത്ത് ആരും ഈ ആക്ഷേപം ഉന്നയിക്കാറില്ലല്ലോ. നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അത് അങ്ങനെ ഒരു സ്വാഭാവികമായ ഒരു പ്രകൃതി നിയമം പോലെയാണ്. നഷ്ടപ്പെടുമ്പോൾ എല്ലാ കുറ്റങ്ങളും നഷ്ടപ്പെടുന്നവന്റെയും പരാജയപ്പെടുന്നവന്റെയും മേലായിരിക്കും. അങ്ങനെ ഒരു വോട്ട് കച്ചവടം എന്ന സാഹചര്യമൊന്നും ഇന്ന് കേരളത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയും BDJS മുതലുള്ള സഖ്യത്തിലെ ഒരു കാരണവശാലും ചർച്ചയ്ക്ക് പോലും വരാത്തൊരു വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വളരെ ഒരുമയോടെയും വളരെ ദീർഘമായ ഒരു കാഴ്ച നേരത്തെ ഫലമായിട്ടുള്ളതാണ്. ഷൈൻ കൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റ വാക്കിൽ വിലയിരുത്തുകയാണെങ്കിൽ ഒരു മത്സരത്തിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണോ, വിജയിക്കാനുള്ള തെരഞ്ഞെടുപ്പായിട്ടാണോ നിങ്ങൾ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തെ കാണുന്നത്? ഞാൻ അതൊക്കെ ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഇരു മുന്നണികളും പ്രചരണം ആരംഭിച്ചു. നിങ്ങൾ പ്രചരണ രംഗത്ത് അമ്പേ പുറകിലാണ്. അവർ വാഹന പ്രചരണം നടത്തുന്നു, റോഡ് ഷോകൾ നടത്തുന്നു, എല്ലാം നടക്കുന്നു. നിങ്ങൾ ആകെ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോദി സർക്കാർ വരുന്നു, മോദി പത്തനംതിട്ടയിൽ വന്നു, മോദി പാലക്കാട് വരുന്നു എന്നൊക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇന്നതാണ്, ആ സ്ഥാനാർത്ഥിയുടെ ഗുണമേന്മകൾ, അവർ വന്നാൽ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യും എന്നത് സംബന്ധിച്ച് ഈ ജനത്തിന് മുമ്പിൽ ഇന്നുവരെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. വളരെ താമസിക്കുന്നു. നിങ്ങളുടെ ഐഡിയ മോദി ഗ്യാരണ്ടി എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടുത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥി പറയണ്ടേ മോദി ഗ്യാരണ്ടി ഇന്നതാണ്, ഞാൻ ജയിച്ചാൽ ഇന്നത് ചെയ്യുമെന്ന്, ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇന്നതൊക്കെയാണ് ആവശ്യമെന്നും അത് ചോദിച്ച് മനസ്സിലാക്കിയോ അത് നൽകുമെന്ന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുന്നത് എന്തെങ്കിലുമുണ്ടോ? തീർച്ചയായിട്ടും നാളെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ നവംബർ തൊട്ട് ഞങ്ങളുടെ ജനപഞ്ചായത്തുകൾ, നേതാക്കളുടെ ഏരിയ യാത്രകൾ, അങ്ങനെയുള്ള പരിപാടികളുടെ ഒരു കണ്ടിന്യൂറ്റിയുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് ഏറ്റവും ആദ്യം ഒരുങ്ങിയ മുന്നണി എന്ന് പറയുന്നത് NDA ആണ്. പക്ഷെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ BJPയുടെ 4 സ്ഥാനാർത്ഥികളെ ഇതുവരെ കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടില്ല. എറണാകുളത്ത് ഉൾപ്പെടെ, എറണാകുളത്തും കൊല്ലത്തും അതുപോലെ തന്നെ വയനാടും ആലത്തൂരും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ BDSന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ കോട്ടയത്ത് വളരെ വലിയ റോഡ് ഷോകളൊക്കെ നടത്തി വലിയ തരംഗമുണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ നിന്ന് പാർലമെന്റ് വേണ്ടി കേന്ദ്രമന്ത്രിമാരുണ്ടാവണം പക്ഷെ ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഇതിന്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള വിഷയങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് 26-ാം തീയതി. അപ്പൊ അതിനുള്ളിൽ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ കാൻഡിഡേറ്റ് ശ്രീ സംഗീത വിശ്വനാഥൻ ഇടുക്കിയുടെ എല്ലാ സ്ഥലങ്ങളിലും എത്തി ജനങ്ങളുമായി സംവേദിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഷൈൻ കൃഷ്ണൻ, ഈ മറ്റൊരു വിഷയം ഞാൻ ആദ്യമേ ചോദിച്ചതിന് വ്യക്തത ഒന്നുകൂടി വരുത്തുകയാണ്. അതായത് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മത സാമൂഹിക സംഘടനകളെല്ലാം തന്നെ വലിയ തോതിലുള്ള പ്രക്ഷോഭണം തുടർന്നു. പ്രത്യേകിച്ച് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇടുക്കി രൂപത തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ പലയിടങ്ങളിലും കോർണർ മീറ്റിങ്ങുകളെല്ലാം നടത്തി. അതുപോലെ തന്നെ ഈ പട്ടയ വിഷയങ്ങളിലും ഭൂപതിവ് ചട്ടവും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടായും ഈ നിരവധി CHRുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ മാർച്ച് 31-നകം CHR എൻ്റെ കണക്കുകളെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ വനം പരിസ്ഥിതി മന്ത്രാലയത്തിനെല്ലാം കണക്കുകൾ കൊടുക്കണം എന്നാണ് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. പക്ഷേ ഇതുവരെ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന CHR വിഷയത്തിലൊന്നും പ്രതികരിച്ച് കാണുന്നില്ല. ഇങ്ങനെ ഈ ഇടുക്കി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ കാർഷിക മേഖലയിലെ മനുഷ്യരുടെ നെഞ്ചിൽ നെരിപ്പോട് പുകയാണ്. അതിനാശ്വാസം തരത്തക്ക രീതിയിലുള്ളൊരു പ്രവർത്തനം ഈ മുന്നണികളിൽ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. കാരണം അവർ തെരഞ്ഞെടുപ്പ് വോട്ടിന് വേണ്ടി കിടക്കുന്നു. പക്ഷേ ഒരു വിഭാഗം ജനങ്ങൾ, മലയോരത്തെ ഒരു വിഭാഗം ജനങ്ങൾ പട്ടയത്തിൻ്റെ ഇഷ്യൂവിൽ, വന്യമൃഗശല്യത്തിൻ്റെ ഇഷ്യൂവിൽ ഇപ്പോൾ CHR ഏകദേശം 28 വില്ലേജുകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഈ ഗുരുതരമായ വിഷയം വരികയാണ്. പക്ഷേ ഇത് ലാഘവ ബുദ്ധിയോടുകൂടി ഇത് കൈകാര്യം ചെയ്ത് സംസ്ഥാന സർക്കാർ വിടുന്നു, സംസ്ഥാന സർക്കാർ കണക്ക് കൊടുക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് പോലും വിമർശനാത്മകമായി പോലും ഈ പ്രശ്നത്തെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുവാനോ, ഇങ്ങനൊരു വിഷയമുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ശ്രദ്ധയപ്പെടുത്തുവാനോ, കർഷക പക്ഷം ചേർന്ന് അവർക്ക് വേണ്ടി ഒന്ന് ശബ്ദിക്കുവാനോ BDJSനോ NDAക്കോ സാധിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ആര് വോട്ട് തരും? അല്ല, കാടകം ഈ പുസ്തകത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഏലകൃഷിയെ കുറിച്ച് ആദ്യം മനസ്സിലാവുന്ന കാര്യം മനസ്സിലാവും. ഈ ഏലകൃഷി ഒരിക്കലും ചോലയില നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഇന്ന് ഒന്നല്ല, ഇത് പണ്ട് തൊട്ടുള്ളതാണ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഈ കൃഷി, ആ കൃഷിയിടം നടക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകളും ഒക്കെ വിശദീകരിച്ച് സെൻട്രൽ ഗവൺമെന്റിൽ അഫിഡവിറ്റ് നൽകുന്ന അവരുടെ ഡ്യൂട്ടിയാണ്. അതിലവർ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ വലിയ ഈ ജനങ്ങളുടെ ഒപ്പം നിന്ന് അവരെ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരു
ഇടതെന്നോ വലതെന്നോ കോൺഗ്രസ് ഒന്നുമില്ല. ഇത് എല്ലാവരുടെയും വിഷയമാണ്. ഇടുക്കിയിൽ വലിയൊരു ശതമാനം ഭൂമി ഇങ്ങനെയുള്ളതല്ലേ, CHR അല്ലേ? അല്ല, ആ CHR ഒക്കെ വനമാണെന്നാണ് വനം വകുപ്പ് അഫിഡവിറ്റ് കിടക്കുന്നത്. അവരുടെ റിപ്പോർട്ടുകളിലെല്ലാം വനമാണെന്ന് കിടക്കുന്നു. ഈ വനം അല്ല, ഒരു നിമിഷം ഷൈൻ കൃഷ്ണൻ, താങ്കൾ ലാഘവത്തോടുകൂടി ചിരിച്ചു തള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. 5.5 ലക്ഷം പേരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. സീരിയസ് ആയി തന്നെ ഇത് കാണുന്നത്. ഇപ്പൊ ഡൽഹിയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിക്ക് ചിലപ്പോ ഇത് ഈ ഇലാച്ചി എന്നോ അല്ലെങ്കിൽ കാടമെന്നോ പറഞ്ഞ ഈ സാധനം ഇത് കൃഷി ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒരു വിഷയം മനസ്സിലാവുന്നത്. നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. ഗവൺമെന്റ് ആ വിഷയത്തിൽ വളരെ സീരിയസ് ആയ നിലപാടുകൾ സ്വീകരിക്കണം. കാരണം ഇത് ഒരു വലിയ എത്രയോ ആളുകളുടെ ജീവിതമായ പ്രശ്നമാണിത്. അല്ല, ഇത്തരം പ്രശ്നങ്ങളിൽ BDJSന്റെ നിലപാടാണ് വ്യക്തമാക്കേണ്ടത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന കാൻഡിഡേറ്റ് എത്രമാത്രം ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്? ഇത് സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു റിപ്പോർട്ട് കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ NDA എന്തു ചെയ്യും? അല്ല, NDA ഈ വിഷയത്തില് ഇടപെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടുക്കി BJP നേതൃത്വം ഈ വിഷയത്തെ സംബന്ധിച്ച് നിവേദനം കൊടുത്തിട്ടുണ്ട് എന്റെ അറിവനുസരിച്ച്. പിന്നെ ഈ വിഷയത്തിൽ മുമ്പ് ഈ വിഷയം ഉണ്ടായ സമയത്ത് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടേതായ പ്രസ്താവനകളും വന്നിട്ടുണ്ട്. നിങ്ങളുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ, ഞാൻ മനസ്സിലാക്കുന്ന മീഡിയാസ് ഉൾപ്പെടെ CHR വിഷയം വന്നപ്പോഴും രവീന്ദ്രൻ പട്ടയത്തിന്റെ വിഷയം വന്നു. രവീന്ദ്രൻ പട്ടയം എന്നൊക്കെ പറയുന്നതും കൊടുത്തത് സർക്കാരാണ്. കിട്ടിയവും കുറെ വർഷം കഴിഞ്ഞിട്ട് ചിറ്റുന്നോ. ഇതൊക്കെ ആശങ്കകൾ നമ്മുടെ ഇടുക്കിയെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാനുള്ള വേദി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. BJP NDA സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഇടുക്കിയുടെ അനന്തമായൊരു സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്, ഒന്ന് ടൂറിസം. അത്രയും ഭൂമിയിലെ മനോഹരമായൊരു പ്രദേശം. ഇപ്പൊ ഞങ്ങളുടെ നേതാവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷദ്വീപിലെ ഒരു ബീച്ചിൽ അദ്ദേഹം കസേരയിട്ടിരുന്നപ്പോൾ മാലദ്വീപിലെ പാർലമെന്റിൽ അടിയുണ്ടായി. കാരണം മാലദ്വീപിലേക്കുള്ള ബുക്കിംഗ് ഒക്കെ ക്യാൻസൽ ചെയ്തു. നാളെ ഈ തേക്കടിയിലോ മൂന്നാറിലോ ഒക്കെ നരേന്ദ്രമോദി ബുക്കിങ്ങിലൊന്നും കസേരയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ ടൂറിസത്തിന്റെ അവസ്ഥ എന്തായിരിക്കും കഴിച്ചത്? അതുപോലെ തന്നെ ഇതൊരു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ബാക്കപ്പിന്റെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത്. BJP എന്നൊക്കെ ഒപ്പം വലിയ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ മത്സരത്തിന് പിന്നിൽ, ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് പിന്നിൽ വലിയ കരുത്തുണ്ടാകുന്നതാണ് ഇടുക്കിയിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വോട്ട് കച്ചവടവും നിങ്ങളുടെ വോട്ട് മുഴുവനായി സമാഹരിക്കുകയും ചെയ്താൽ ഇവിടെ ഒരു ത്രികോണ മത്സരം, അതോ പേരിന് സ്ഥാനാർത്ഥിയെ നിർത്തി സാന്നിധ്യം അറിയിക്കലാണോ നിങ്ങളുടെ ലക്ഷ്യം? അത് വ്യക്തത വരുത്തുന്നില്ല. ഞാൻ പലവട്ടം പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും SNDP യോഗത്തിന്റെ വനിതാ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനെയാണ്. അപ്പൊ ഈ സംഗീത വിശ്വനാഥനെ ഇടുക്കിയിലേക്ക് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മിഷൻ ഉണ്ടാവും. ആ മിഷനൊപ്പം നിന്ന് അവരെ ജയിപ്പിച്ചെടുക്കുക എന്നാണ് ഞങ്ങളെ കൊണ്ടുള്ള ഒരു ദൗത്യം. അതിനുവേണ്ടി ഞങ്ങൾ മുന്നണി ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്യും. ഫേസ് ടു ഫേസിൽ ഇത്രയും നേരം അതിഥിയായി സംസാരിച്ചത് BDJ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈൻ കൃഷ്ണനാണ്. വളരെയധികം നന്ദി. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ്